വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്കമിംഗ് എക്സാംസ് 2026 ആയിട്ടാണ്. 2026 എക്സാംസിന് അടിപൊളിയായിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം അല്ലെ. RB അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞത് തന്നെ നമുക്കുള്ള ഒരു ബൂസ്റ്റർ ആയിരുന്നു. അപ്പൊ അതേപോലെ തന്നെ 2026 വേറെ എക്സാംസ് ഒക്കെ ഏതൊക്കെ ഡേറ്റ്സിനായിരിക്കും എക്സ്പെക്ടഡ് ഡേറ്റ്സ് ആണ്. നമ്മൾ IBPSന്റെ കലണ്ടർ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ഒരു ജനുവരി 2nd വീക്കോട് കൂടിയിട്ടൊക്കെ നമുക്ക് IBPSന്റെ കലണ്ടർ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ കലണ്ടർ വന്നു കഴിയുമ്പോഴത്തേക്കിന് യഥാർത്ഥ തീയതി എന്ന് പ്രിലിംസ് നടക്കും എന്ന് മെയിൻസ് നടക്കും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു എക്സ്പെക്ടഡ് ഡേറ്റ്സ് ഏതൊരു മന്തിൽ നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, അതായത് ഈ 2025 എങ്ങനെയാണോ എക്സാമിന്റെ ഓർഡർ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആയിരിക്കും 2026 ആദ്യം നമുക്ക് IBPS അല്ല SBI ആയിരിക്കും ആദ്യം വരിക. ആദ്യം SBI, ദെൻ അതിനുശേഷം IBPS, അതിനുശേഷമായിരിക്കും നമുക്ക് RRB ഉണ്ടായിരിക്കുക. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2026 നമ്മൾ എഴുതുന്ന എല്ലാ എക്സാംസിന്റെയും റിയൽ നമുക്ക് നമ്മളുടെ മാർക്ക് ആൻസർ കീ നമുക്ക് കിട്ടും. നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ അതൊക്കെ നമുക്ക് 2026 കാണാൻ പറ്റുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ മെമ്മറി ബേസ്ഡ് പേപ്പർ ആയിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഇനിയിപ്പോ മെമ്മറി ബേസ്ഡ് വേണ്ട, എക്സാക്ട് പേപ്പർ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. സോ അതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ 2026 എക്സാംസ് ഒക്കെ ഏതൊക്കെ മാസത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 2026 ആദ്യത്തെ എക്സാം ഏതാണെന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. ഞാൻ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2026 ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് നമ്മളുടെ RB അസിസ്റ്റന്റ് ആണ്. അതിന്റെ പ്രിലിംസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 3rd വീക്ക് ഓഫ് ഫെബ്രുവരിയിലായിരിക്കും നമുക്ക് RB അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ഉണ്ടായിരിക്കാം. സോ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എക്സാമിന്റെ ലെവൽ ഭയങ്കര ഈസിയാണ്, പക്ഷെ കട്ട് ഓഫ് ഹൈ ആയിരിക്കും. സോ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മുടെ പ്രാക്ടീസ് മുന്നോട്ടേക്ക് പോകണം. അപ്പൊ 3rd വീക്ക് ഓഫ് ഫെബ്രുവരിയിലാണ് പ്രിലിംസ് എങ്കിൽ നമ്മുടെ മെയിൻസ് ഓൾമോസ്റ്റ് ഒരു ഏപ്രിൽ 1st or 2nd വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഫെബ്രുവരി ഏപ്രിൽ കൊണ്ട് RB അസിസ്റ്റന്റ് കംപ്ലീറ്റ് ആകും. അടുത്ത എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യം വരിക SBI PO ആയിരിക്കും. ഓൾറെഡി അതിന്റെ അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. SBI തൊട്ടിട്ടായിരിക്കും നമ്മുടെ എക്സാമിനേഷന്റെ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1st വീക്കാണ്. അപ്പൊ SBI PO ഉണ്ടായിരിക്കുക ഓഗസ്റ്റ് 1st വീക്കിലാണ്. അപ്പൊ ഓഗസ്റ്റ് 1st വീക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ തൊട്ട് എത്ര മാസം ഉണ്ട്, നമ്മൾ ജനുവരി തൊട്ട് കൂട്ടാം. ഇനിയിപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, കൃത്യം 7 മാസമേ ഉള്ളൂ നമ്മളുടെ കയ്യിൽ അല്ലെ. അപ്പോ ആ 7 മാസത്തിനുള്ളിൽ തന്നെ ഇപ്പൊ തുടക്കക്കാരാണെങ്കിലും നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും പ്രിലിംസ് കംപ്ലീറ്റ് ആക്കി മെയിൻസും അടിപൊളിയായിട്ട് എല്ലാ ടോപ്പിക്കും പഠിച്ച് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം. ജൂലൈ നോക്കണ്ട, ജൂൺ ആകുമ്പോഴത്തേക്കിന് തന്നെ നമ്മളുടെ ഒരു എയിം അങ്ങനെ ആയിരിക്കണം. ഈ ജനുവരി ടു ജൂൺ വരെ ആകുമ്പോൾ തന്നെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് നല്ലൊരു സ്പീഡ് ലെവലിലേക്ക് നിങ്ങൾ എത്തണം. പിന്നെ ആ ജൂലൈ മാസം കംപ്ലീറ്റ്ലി നമ്മൾ മോക്ക് ചെയ്യുന്നത് മാത്രമായിരിക്കണം. പുതിയതായിട്ടൊന്നും പഠിക്കാനുണ്ടാകരുത്. കറണ്ട് അഫേഴ്സ് മാത്രമായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടത്. ആ ഒരു ലെവലിലായിരിക്കണം. സോ നമ്മളുടെ ഒരു എക്സാമിനേഷൻ സീസൺ ഈ RB അസിസ്റ്റന്റിന് ശേഷം പിന്നീട് സ്റ്റാർട്ട് ചെയ്യുക ഓഗസ്റ്റിലായിരിക്കും. ഓക്കെ, ഇനി ഇതിനിടയിൽ FCIയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത് കൺഫർമേഷൻ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ അതിനിടയിൽ അതും കൂടി ഉണ്ടാകും. അപ്പൊ നിങ്ങൾ RB അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ തൊട്ട് സ്റ്റാർട്ട് ചെയ്തോളാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും RB അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. സോ ഉറപ്പായിട്ടും SBIക്ക് വേണ്ടിയിട്ട് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. SBI POയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്താൽ അതിനുശേഷം വരുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. കറണ്ട് അഫേഴ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ അതിനുശേഷം SBI ക്ലർക്കിന്റെ പ്രിലിംസ് വരിക ലാസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ ആയിരിക്കും. അപ്പൊ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ല അല്ലെ. ഓഗസ്റ്റ് 1st വീക്കിൽ SBI POയുടെ പ്രിലിംസ് ആണെങ്കിൽ ലാസ്റ്റ് വീക്കിലായിരിക്കും SBI ക്ലർക്കിന്റെ പ്രിലിംസ് വരിക. ദെൻ അതിന്റെ മെയിൻസ് എന്ന് പറയുന്നത് നവംബർ 1st വീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സെപ്റ്റംബർ നവംബർ കൊണ്ട് നമ്മുടെ SBI ക്ലർക്ക് കംപ്ലീറ്റ് ആകും. ദെൻ IBPS PO നമ്മുടെ നേരത്തെ വന്ന അപ്ഡേറ്റിനകത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. PO എല്ലാം കംപ്ലീറ്റ് ആക്കി ആ റിസൾട്ടിന്റെ ഓർഡർ പോലും അങ്ങനെയാണ്. അപ്പോൾ ഒരു എക്സാമിനേഷന്റെ ഓർഡറും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കേ, IBPS POയുടെ പ്രിലിംസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കാണ്. SBI POയുടെ പ്രിലിംസ് ഓഗസ്റ്റ് 1st വീക്ക് ആണെങ്കിൽ IBPS POയുടെ പ്രിലിംസ് ആണ് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരിക, SBI ക്ലർക്ക് വരിക. അപ്പൊ POs എല്ലാം എന്താണ്, PO കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എന്ത് വരിക, ക്ലർക്കിന്റെ റിസൾട്ട് വരിക. അപ്പൊ ഇതിന്റെ മെയിൻസ് എന്ന് പറയുന്നത് 1st വീക്ക് ഓഫ് ഒക്ടോബറിലാണ്. അപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കും ദെൻ ഒക്ടോബറും.
ദെൻ അതിനുശേഷമാണ് IBPS ക്ലർക്ക്. അത് സെക്കൻഡ് വീക്ക് ഓഫ് ഒക്ടോബർ. നമ്മൾ ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു ഓൾമോസ്റ്റ് നമുക്ക്. അതേപോലെ അതിന്റെ മെയിൻസ് വരുമ്പോഴത്തേക്കിന് സെക്കൻഡ് വീക്ക് ഓഫ് നവംബർ ആണ് നമ്മുടെ IBPS ക്ലർക്കിന്റെ മെയിൻസ് വരിക. അപ്പോൾ ഒക്ടോബർ നവംബർ ആണ് നമ്മുടെ ഒരു IBPS ക്ലർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന. നോട്ടിഫിക്കേഷൻ ഒക്കെ അതിന് മുന്നേ വരും. ഇത് എക്സാമിന്റെ ഡേറ്റ്സ് ആണ്, എക്സ്പെക്ടഡ് ഡേറ്റ്സ് ആണ് നമ്മൾ ഈ പറയുന്നത്. ആൻഡ് RRBPO ഇപ്രാവശ്യത്തേതുപോലെ തന്നെ തേർഡ് വീക്ക് ഓഫ് നവംബർ ആണ് പ്രിലിംസ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇപ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് മെയിൻസ് ലാസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ. ഇപ്രാവശ്യത്തെയും നമ്മളുടെ RRBPO മെയിൻസ് 28 ഡിസംബർ 28. സോ അതേപോലെ തന്നെ ലാസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ തന്നെ ആയിരിക്കും RRBPOയുടെ മെയിൻസ് വരിക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ എക്സാം. പിന്നെ അതിനുശേഷം നമ്മുടെ RRB ക്ലർക്കിന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തേതുപോലെ തന്നെ ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ ആണ്. ആൻഡ് മെയിൻസ് വരുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ജനുവരി. 2025 RRB ക്ലർക്കിന്റെ മെയിൻസ് വരുന്നത് ഫെബ്രുവരി 1 അപ്പൊ അതേപോലെ തന്നെ ലാസ്റ്റ് വീക്ക് ഓഫ് ജനുവരി. അപ്പൊ നമ്മൾ ഈ 2025 എങ്ങനെയാണോ എക്സാംസിന്റെ ഓർഡർ കണ്ടത്, അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്ക് അടുത്ത വർഷവും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം എക്സ്പെക്ടഡ് ഡേറ്റ്സ് ആണ്. റിയൽ ഡേറ്റ് എന്ന് പറയുന്നത് IBPSന്റെ കലണ്ടർ വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലാകും. അത് വിത്തിൻ 2 or 3 വീക്സ്, അതിൽ ജനുവരി ഒരു 2nd or 3rd വീക്കിൽ നമുക്ക് IBPSന്റെ കലണ്ടർ റിലീസ് ആകും. സോ എക്സാക്ട് ഡേറ്റ്സ് നമുക്ക് അറിയാൻ പറ്റും. സോ അതുവരെ വെയിറ്റ് ചെയ്ത് സമയം കളയരുത്. നമ്മൾ നോട്ടിഫിക്കേഷൻ വരാനും വെയിറ്റ് ചെയ്ത് സമയം കളയരുത്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യന്റെ ലെവല് എളുപ്പമായിരിക്കും, പക്ഷെ കട്ട് ഓഫ് കൂടുതലായിരിക്കും. PO ആണെങ്കിൽ ഇച്ചിരി ലെവല് കൂടുതലാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ ബാങ്ക് എക്സാമിന്റെ മാത്രം കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇതേപോലെ കുറെ ഇൻഷുറൻസിന്റെ നോട്ടിഫിക്കേഷൻസ് വരും. ഇതിന്റെ എല്ലാത്തിന്റെയും സിലബസ് സെയിം ആണ്. ഒറ്റ സിലബസ് ഉപയോഗിച്ച് ഒരു വർഷം വരുന്ന 20-ലധികം പരീക്ഷകൾ. വേറെ ഒരു ഇതിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഒറ്റ സിലബസ് ആണ്. ഈ 4 സബ്ജക്ട് പഠിച്ചുകൊണ്ട് ഒരു വർഷം വരുന്ന 20-ലധികം പരീക്ഷകളാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. ഇതിപ്പോ ഞാൻ നമ്മുടെ പ്രീമിയം ആയിട്ടുള്ള ഒരു 7 എക്സാമിന്റെ കാര്യം മാത്രമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ വേറെ ഇൻഷുറൻസ് എക്സാം ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും സിലബസ് സെയിം ആണ്. സോ അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ പ്രിപ്പറേഷനിലുള്ള ആസ്പിറൻസ് RB അസിസ്റ്റൻസിന് വേണ്ടിയിട്ട്, RB അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് പിടിച്ചു. അത് പ്രിലിംസ് ഈസി ലെവൽ എക്സാം ആണ്, പക്ഷെ കട്ട് ഓഫ് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എൻ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. എൻ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. സ്പീഡും ആക്യുറസിയും ഒരേപോലെ വേണ്ട എക്സാം ആണ് നമ്മളുടെ ബാങ്ക് എക്സാം. പക്ഷെ ആദ്യം സ്പീഡിന്റെ പുറകിന് ഓടിയിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെപ്റ്റ്സ് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക. സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ബാച്ച്, അതിന് മുന്നേ എന്റെ ഒരു ടെലഗ്രാം ചാനലിന്റെ കാര്യം പറഞ്ഞോട്ടെ. എന്റെ പേഴ്സണൽ ടെലഗ്രാം ചാനലാണ് റീസണിംഗ് വിത്ത് അഞ്ജു. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ബേസ് മുതൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന ഡൗട്ട് അടിച്ച്, അല്ലെങ്കിൽ എങ്ങനെ തീർക്കണം, അല്ലെങ്കിൽ സിലബസ് ഒക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ ക്വാണ്ടും റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ എങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കണം. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിക്കാൻ നമ്മളുടെ ഏറ്റവും സൈലം ബാങ്കിങ്ങിന്റെ ഏറ്റവും പുതിയ ബാച്ചാണ് ബാങ്ക് റെഗുലർ ബാച്ച്. അപ്പൊ നമ്മളുടെ ക്ലാസ് ജനുവരി 1 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 15% ഓഫർ ഉണ്ടായിരിക്കും ജനുവരി 3 വരെ. സോ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതെ ഇരിക്കുക. അപ്പൊ നമ്മുടെ 2026 വരുന്ന എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമും ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യും. അതാണ് ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ എന്തൊക്കെ കവർ ചെയ്യും? പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, എല്ലാത്തിനുമുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ക്വാണ്ട് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം ബേസ് മുതൽ തന്നെ ആയിരിക്കും എടുക്കുക. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ 15% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ജനുവരി 3 വരെ. സോ ഈ ഒരു അവസരം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സൈലം ബാങ്കിങ്ങിനോടൊപ്പം 2026 എക്സാംസ് എല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിൽ കാണാം.